16-ാം കേരള നിയമസഭയുടെ സ്പീക്കറെ ഇന്ന് തെരഞ്ഞെടുക്കും. വോട്ടെടുപ്പിൽ UDF മത്സരിപ്പിക്കുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സ്പീക്കറായി തെരഞ്ഞെടുക്കപ്പെട്ടേക്കും. LDFന്റെ സ്പീക്കർ സ്ഥാനാർത്ഥിയായി കുന്നംകുളം MLA AC മൊയ്തീനും NDA സ്ഥാനാർത്ഥിയായി ചാത്തന്നൂരിൽ നിന്നുള്ള MLA BB ഗോപകുമാറും മത്സരരംഗത്തുണ്ട്. AK സ്റ്റെഫൻ ഇതിന്റെ വിശദവിവരങ്ങൾ നമുക്കായി പങ്കുവയ്ക്കും. സ്റ്റെഫൻ, ഗുഡ് മോർണിംഗ്. വിശദവിവരങ്ങൾ പങ്കുവയ്ക്കുന്ന കൂട്ടത്തിൽ ഇന്ന് ഈ മത്സരം എന്ന് പറയുന്നത്, ഈ വോട്ടെടുപ്പ് എന്ന് പറയുന്നത് നമുക്കറിയാം ഔപചാരികമായ ഒരു ചടങ്ങാണ്. അതുമായി ബന്ധപ്പെട്ട വിവിധ കാര്യങ്ങൾ നിയമസഭയിൽ ഇന്ന് അരങ്ങേറുന്നതും ഉണ്ട്. നമ്മൾ ഈ ഭരണമാറ്റമോ അല്ലെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പിന് ശേഷം വരുന്ന സർക്കാർ അധികാരത്തിലേറുന്ന സമയത്തോ ഒക്കെ കാണുന്ന ചില ചടങ്ങുകൾ മാത്രമാണ് ഇത്. വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? മുതി, ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് കേരള നിയമസഭയിൽ 3 പാർട്ടികളിൽ നിന്നുള്ള സ്ഥാനാർത്ഥികൾ അവർ സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. കോൺഗ്രസിൽ നിന്ന്, UDFിൽ നിന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണനും, LDFിൽ നിന്ന് മുതിർന്ന നേതാവായിട്ടുള്ള AC മൊയ്തീനും, BJPയുടെ ഭാഗത്തു നിന്ന് BB ഗോപകുമാറും മത്സരരംഗത്തുണ്ടാകും. 2016 നമുക്കറിയാം BJPക്ക് ഒരു അംഗം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അന്ന് മത്സരരംഗത്ത് BJP ഉണ്ടായിരുന്നില്ല, മറ്റ് 2 പാർട്ടികളും മാത്രമാണ് മത്സരരംഗത്ത് ഉണ്ടായിരുന്നത്. ഏതായാലും അന്നത്തെ വിവാദങ്ങളൊക്കെ തന്നെ നമുക്കറിയാം. അന്നത്തെ BJPയുടെ പ്രതിനിധിയായിട്ടുള്ള രാജഗോപാൽ അന്ന് ശ്രീരാമകൃഷ്ണനൊക്കെ വോട്ട് ചെയ്യുകയും അതിനെ തുടർന്ന് അദ്ദേഹം പറഞ്ഞ പ്രതികരണങ്ങളും ഒക്കെ അറിയാം. ഇന്ന് ഏതായാലും 9 മണിക്കാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പ് നടക്കുക. പ്രോടൈം സ്പീക്കറായിട്ടുള്ള G സുധാകരന്റെ നേതൃത്വത്തിൽ ആയിരിക്കും ആ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുക. ഏതായാലും 102 അംഗങ്ങൾ UDFിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതുകൊണ്ട് തന്നെ മറ്റൊരു വലിയ മത്സരത്തിലേക്കൊന്നും കാര്യങ്ങൾ പോകില്ല. 102 പേർ വന്നു കഴിഞ്ഞാൽ 102 കൃത്യമായിട്ടുള്ള വോട്ടുകൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണന് ലഭിക്കുകയും അദ്ദേഹം സ്പീക്കറായി തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്യും. എന്നാൽ രാഷ്ട്രീയത്തിൽ ഒരു മത്സരത്തിന്റെ ആവശ്യകതയുണ്ട്. രാഷ്ട്രീയ മത്സരം കൂടിയാണ് ഈ സ്പീക്കർ തെരഞ്ഞെടുപ്പ്. അതുകൊണ്ട് തന്നെയാണ് മറ്റ് 2 പാർട്ടികളും ഇവിടെ സ്ഥാനാർത്ഥികളെ നിർത്തിയിരിക്കുന്നതും. ഏതായാലും 9 മണിക്കാണ് ഈ ഒരു തിരഞ്ഞെടുപ്പ് തുടങ്ങുക. പ്രോടൈം സ്പീക്കർ എത്തി ഈ തെരഞ്ഞെടുപ്പിന് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ നൽകും. അതിനുശേഷം ഓരോരുത്തരായി വന്ന് വോട്ട് ചെയ്യും. ആ വോട്ട് ചെയ്തതിനു ശേഷം എല്ലാ വോട്ടിങ്ങും ചെയ്തതിനു ശേഷം ഈ പ്രോടൈം സ്പീക്കറുടെ സാന്നിധ്യത്തിൽ മറ്റ് 3 പാർട്ടികളുടെയും ഏജന്റുമാരുടെ സാന്നിധ്യത്തിൽ ഈ വോട്ടെണ്ണും. അതിനുശേഷം സ്പീക്കറെ പ്രഖ്യാപിക്കും. അതോടുകൂടി പ്രോടൈം സ്പീക്കറുടെ ഉത്തരവാദിത്വം അവസാനിക്കുകയാണ്. അതിനുശേഷം തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ മുഖ്യമന്ത്രിയും അതോടൊപ്പം പ്രതിപക്ഷ നേതാവും ഒന്നിച്ച് ആ ഡയസിലേക്ക് കൊണ്ടുവന്ന് ചെയറിലിരുത്തും. ഇതാണ് ഇന്നത്തെ നടപടിക്രമം. ഏതായാലും 8-8:30 മണിയോടുകൂടി MLA മാർ ഇങ്ങോട്ടേക്ക് എത്തിത്തുടങ്ങും. ഇന്നലെ വലിയ രീതിയിലുള്ള ആവേശകരമായ വ്യത്യസ്തമായ കാഴ്ചകളാണ് നിയമസഭയ്ക്ക് മുന്നിലും അകത്തുമെല്ലാം നമ്മൾ കണ്ടതെങ്കിൽ ഇന്ന് അത്തരത്തിലുള്ള വലിയ കാഴ്ചകളൊന്നും തന്നെ ഉണ്ടാകില്ല. ഔപചാരികമായിട്ടുള്ള നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് മാത്രമാണ് ഉണ്ടാവുക.